ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 228. നമ്മൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ 51-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് 3-ലെ 5, 6, 7 മന്ത്രങ്ങളാണ് നോക്കുന്നത്. അപ്പം യമരാജൻ നചികേതസിനോട് പറയുന്നത് തന്നെയാണ്. ആത്മാവിനെ പറ്റി ആത്മതത്വങ്ങൾ തന്നെയാണ് ഉപദേശിക്കുന്നത്. നമ്മൾ ബാക്കിയെല്ലാം കുറെ കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു ദിവസം നിശ്ചയമായി മൃത്യുവിൻ്റെ മുന്നിൽ മുഖത്ത് വായിൽ എത്തേണ്ടതായ ഇനും മനുഷ്യാദി ജീവികൾ, ഈ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഒരു ദിവസം മൃത്യുവിൻ്റെ വായിൽ പോയി ചേരേണ്ടതാണ്. അപ്പോൾ പ്രാണനും അപാനനും അതിൻ്റെ ശക്തി കൊണ്ട് മാത്രം ജീവൻ നിലനിർത്താൻ പറ്റില്ല. പ്രാണനും അപാനനും എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന നാഡികളിൽ ശ്വാസമെല്ലാം അതിൽപ്പെടുത്താം. നാഡികളിലൂടെയുള്ള കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ് ശ്വാസം പോകുമ്പോഴാണല്ലോ ജീവൻ നിൽക്കുന്നത്. ശ്വാസം പോകുമ്പോൾ ജീവൻ നിൽക്കും. പക്ഷെ ആ ശ്വാസം വിചാരിച്ചാൽ നമ്മളെ രക്ഷിക്കാനൊന്നും പറ്റില്ല. എന്നാൽ ശ്വാസത്തിന് ഇവൻ്റെ ഇപ്പം പോകണ്ട എന്നാലും തീരുമാനിച്ചങ്ങനെ നിൽക്കാൻ പറ്റുമോ? നമുക്ക് തന്നെ ആ ശ്വാസം പോകാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ യുക്തിവാദികളെല്ലാം വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് വേണ്ടിക്ക് ഇങ്ങനെ ശ്വാസം വലിച്ചും വിട്ടുകൊണ്ടിരിക്കുക, മരിക്കാനാവുമ്പോൾ ശ്വാസം നിൽക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാം പറ്റുമോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ അടിച്ച് കയറ്റിയും വിട്ടും ചെയ്യാൻ പറ്റുമോ? അപ്പം ശ്വാസം പോകുമ്പോഴാണ് മരിക്കുന്നതെങ്കിലും ശ്വാസമല്ല നമ്മൾ ആ ശ്വാസത്തിന് അതിൻ്റെ കഴിവൊന്നുമില്ല. അതായത് പ്രാണനും അപാനനും ഒന്നും വിചാരിച്ചാൽ ജീവൻ നിലനിർത്താൻ പറ്റില്ല. അവയെ ജീവിപ്പിക്കുന്നത് ജീവാത്മാവ് എന്ന തത്വമാണ്. അപ്പോൾ അവയെ പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയുണ്ട്. നമ്മൾ എന്തിനാണോ ജനിപ്പിച്ചത് ആ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ചെയ്ത് തീരുന്നത് വരെ നമ്മൾ അത് തള്ളിക്കൊണ്ടുപോകും. നമ്മളെ ജനിപ്പിച്ചിട്ട് ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. അത് ഇതുവരെ കൊണ്ടുപോകും. ആ കർമ്മം ചെയ്ത് തീരുന്നത് വരെ കൊണ്ടുപോകും. അതൊരു പ്ലാനാണ്. ഇവൻ ജനിച്ചു കഴിഞ്ഞ് മരിക്കുന്നവരെ ഇത്രയും കർമ്മങ്ങൾ ചെയ്യണം ഇന്ന സമയത്ത്. അതിനാണ് പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാന് തന്നെയാണ് ജീവാത്മാവ്. ആ ജീവാത്മാവിൻ്റെ പിന്നിലുള്ള ആ ശക്തി, അവിടെ ഒരു ശക്തിയുണ്ട്, ഒരു പ്രേരക ശക്തിയുണ്ട്. പ്ലാനിൽ നിന്നും വരുന്ന ഒരു പ്രേരക ശക്തി. ആ പ്രേരക ശക്തിയാണ് ഈ ശ്വാസത്തെ ചലിപ്പിക്കുന്നതും പ്രാണനെയും അപാനനെയും എല്ലാം ചലിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി. അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ പ്രാണനും അപാനനുമെല്ലാം ആ ജീവാത്മാവിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പം നമ്മൾ മരിച്ചോന്ന് നോക്കുമ്പോൾ ശരീരം പിടിച്ച് നോക്കും, തണുത്തു പോയൊന്ന്, മൂക്കിന് കൈവച്ച് നോക്കും, ശ്വാസം പോയൊന്ന്. അപ്പം യഥാർത്ഥത്തിൽ ശ്വാസമല്ല, ഈ ശ്വാസത്തെ വർക്ക് ചെയ്യിക്കുന്നതിന് പിന്നിലുള്ള ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് ജീവാത്മാവ്. അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി? പമ്പ് വെച്ചിട്ട് ഇങ്ങനെ മൂക്കിൽ വെച്ചിട്ട് ശ്വാസം അടിച്ചും വിട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവൻ നിലനിൽക്കൊന്നുമില്ല. അപ്പം അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ശ്വാസത്തെ എടുക്കാനും വിടാനും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. ആ ശക്തി നിർത്തുമ്പോഴാണ് ശ്വാസം നിർത്തുന്നത്. ആ ശക്തി ആണ് ജീവാത്മാവ്. അതുകൊണ്ട് പ്രാണനും അപാനനുമെല്ലാം ആ ജീവാത്മാവിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ജീവാത്മാവില്ലാതെ ഒരു നിമിഷം അവർക്ക് നിലനിൽക്കാനാവില്ല. ജീവാത്മാവ് ഇല്ലാതെ ഒരു നിമിഷം അതിന് നിലനിൽക്കാനാവില്ല എന്ന് പറയുമ്പോൾ എപ്പോഴാണോ ജീവാത്മാവ് അതിൻ്റെ പ്രവൃത്തി നിർത്തുന്നത്
അപ്പോൾ ആ ശ്വാസം ഒന്ന് നിലക്കും. ഏതുപോലെ എന്നാൽ നമ്മൾ ഒരു മോട്ടോർ ഓണാക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഇടുമ്പോൾ വൈദ്യുതി ഒഴുകി മോട്ടോർ ഇങ്ങനെ പമ്പ് വെള്ളം അടിച്ച് കയറ്റും, അല്ലെങ്കിൽ ഫാന് തിരിയും. സ്വിച്ച് ഇടുമ്പോൾ സ്വിച്ച് ഓഫാക്കിയാൽ അപ്പോൾ അതാണ് നിൽക്കും. അപ്പം ഈ ഓണാക്കുക ഓഫാക്കുക എന്നുള്ളതാണ് പ്രേരക ശക്തി. ആ പ്രേരക ശക്തിയുടെ സ്ഥാനമാണ് ഉള്ളത് ജീവാത്മാവിന് ഉള്ളത്. അപ്പം അതില്ലാതെ ഒരു നിമിഷം അതിന് നിലനിൽക്കാൻ പറ്റില്ല. ജീവാത്മാവ് കടന്നു പോകുമ്പോൾ ഇപ്പം മരിക്കുമ്പോൾ ആ ജീവാത്മാവ് അങ്ങ് നിൽക്കും. ഈ ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനം നിൽക്കും. അപ്പം കടന്നു പോകുമ്പോൾ അവയോടൊപ്പം എല്ലാം കടന്നു പോകും. ഏതെല്ലാം? ഈ പ്രാണനും അപാനനും പോലെയുള്ള നാഡികളിലൂടെ പ്രവഹിക്കുന്നത് മാത്രമല്ല, ശ്വാസം മാത്രമല്ല, എല്ലാ ഇന്ദ്രിയങ്ങളും കടന്നു പോകും. ഇന്ദ്രിയം കടന്നു പോകുന്നല്ല, കണ്ണും മൂക്കും എല്ലാം അതിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുന്നല്ല. കണ്ണിനെയും മൂക്കിനെയും ചെവിയെയും കാണുക, കേൾക്കുക, ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷവും, ആ ശക്തി അതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന ശക്തി, അത് നാഡികളിലൂടെയാണ്. അതും പ്രാണനാണ്. അപ്പം പ്രാണൻ പോകുമ്പോൾ നാഡികളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ സിഗ്നൽ സിസ്റ്റവും അതിൻ്റെ കൂടെ ഇല്ലാതാകും. ഇപ്പം ശ്വാസം നിലക്കും, നാഡികളിലൂടെ സിഗ്നൽ സിസ്റ്റം നിലക്കും. നമ്മളിപ്പം ചിലപ്പോൾ ടി വി കാണുമ്പോൾ നോ സിഗ്നൽ എഴുതി കാണിക്കുന്നില്ല, പിന്നെ ടി വിയിലൊന്നും കാണില്ല. അപ്പോൾ സിഗ്നൽ സിസ്റ്റം, നമ്മളെ നാഡികളിലൂടെയുള്ള ആ സിഗ്നൽ സിസ്റ്റത്തിനെയാണ്, അതാണ് ഇന്ദ്രിയങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം. ആ ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രിയങ്ങൾക്ക് പിന്നിലുള്ള ദേവതകൾ എന്നെല്ലാം പറയുന്നത്. അതുമെല്ലാം സിഗ്നൽ സിസ്റ്റമാണ്. ആ സിഗ്നൽ സിസ്റ്റം പ്രേരിപ്പിക്കുന്ന സിഗ്നൽസ് അതുമെല്ലാം നിലക്കും. ഇനി മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു തരാമെന്ന് പറയുകയാണ് നചികേതസോട്. 7 യമരാജൻ പറയുകയാണ്, അവനവൻ്റെ ശുഭ അശുഭ കർമ്മങ്ങൾക്കനുസരിച്ചും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചും, അതായത് നമ്മളെ ക്വാളിറ്റി നോക്കിയിട്ടാണ് അടുത്ത ഏത് ശരീരത്തിലേക്ക് പ്രവേശിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളെ ക്വാളിറ്റി, നമ്മുടെ ശുഭ അശുഭ കർമ്മങ്ങൾ, നമ്മൾ നല്ല കർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത്, ലോക പുരോഗതിക്കായിട്ടുള്ള കർമ്മത്തിൽ പങ്കെടുത്ത് നല്ല പോസിറ്റീവ് ചിന്തയാണെങ്കിൽ അതിനനുസരിച്ച്, നെഗറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ച്. ശാസ്ത്രം, ഗുരു, സംഘം, പഠിപ്പ് മൂലാവിലൂടെ കണ്ടും കേട്ടും നേടിയതിനനുസരിച്ച്, അതായത് നമ്മൾ ജ്ഞാനം നേടിയതിനനുസരിച്ച്, ജ്ഞാനം എഴുതുന്നതിൽ നിന്നാണ് ശാസ്ത്രത്തിൽ നിന്ന്, ശാസ്ത്രം പഠിച്ചതെല്ലാം നമ്മളെ ലെവല തീരുമാനിക്കുന്നതാണ്. ശാസ്ത്രം, ഗുരുവിൽ നിന്ന് എന്തെല്ലാം പഠിച്ചു, സംഘം നല്ല ആൾക്കാരിൽ നിന്നെല്ലാം എന്തെല്ലാം നമ്മൾ കേട്ട് പഠിച്ചു, പഠിപ്പ് മൂലാവയിലൂടെ കണ്ടും കേട്ടും നമ്മൾ ഏത് ലെവൽ വരെ ഉയർന്നു ജീവിക്കുന്ന കാലഘട്ടത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യും, നല്ല ജ്ഞാനം, എത്രമാത്രം നമ്മൾ ജ്ഞാനം നേടിയിട്ടുണ്ട്, അതിനനുസരിച്ച് മരണാനന്തരം മറ്റ് ശരീരങ്ങളെ ജീവാത്മാക്കൾ പ്രാപിക്കുവാനായി വേറൊരു അതിനനുസരിച്ച ഒരു ശരീരം പ്രാപിക്കുവാനായിട്ട് മാതാവിൻ്റെ യോനിയിൽ പ്രവേശിക്കുന്നു. ഏതൊന്നിലൂടെയാണോ ജനിക്കാൻ പോകുന്ന ആ മാതാവിൻ്റെ യോനിയിലേക്ക് ആ ആത്മാവ് പ്രവേശിക്കും. അപ്പോൾ ആത്മാവ് ഏതിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ജ്ഞാനവുമായിട്ടും കർമ്മവുമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു ജനനമാണ് അടുത്ത യോനിയിലൂടെ നേടാൻ പോകുന്നത്. പാപം പുണ്യം തുല്യമായാൽ, നമ്മളെ പാപപുണ്യം തുല്യമായാൽ, പോസിറ്റീവ് ക്വാളിറ്റി നെഗറ്റീവ് ക്വാളിറ്റിയും തുല്യമായാൽ മനുഷ്യനായിട്ട് ജനിക്കും. പാപം കൂടിയിട്ട് പുണ്യം കുറച്ച് കുറഞ്ഞു പോയാൽ പക്ഷിമൃഗാദികളായിട്ട് ജനിക്കും.
ഇനി പാപം ഏറ്റവും കൂടുതലായി പുണ്യം വളരെ കുറഞ്ഞു പോയാൽ വൃക്ഷം, ലത, പുല്ല്, പർവ്വതം, അതായത് ജീവനില്ലാതെ ഇന്നലെ ഇത്തരത്തിലുള്ളതെല്ലായിട്ട് ജനിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം ഈ ജന്മത്തിൻ്റെ കർമ്മത്തിന് യോജിച്ച ഒരു ശരീരമാണ് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടാൻ പോകുന്നത്. ശരീരം നോക്കിയിട്ടല്ല, നമ്മളെ ജ്ഞാനം, നമ്മൾ എന്തെല്ലാം ഏത് ഫീൽഡിലാണ് എങ്ങനെയെല്ലാമാണ് കർമ്മം ചെയ്തത്, അതിൽ പാപം എത്ര പുണ്യം, പാപം പുണ്യം എന്ന് പറഞ്ഞാൽ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ പുണ്യമാണ്, ലോകനന്മക്കായ സ്വാർത്ഥതയില്ലാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ശരീരമാണ് കിട്ടുക. ഇപ്പം ഏകദേശം എല്ലാവരും പാപം പുണ്യം കൊടുത്തു കാണും. ഏകദേശം തുല്യമായി വരികയാണെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കാം. അതിൽ കുറയുമ്പോഴാണ് പാപം കൂടി പുണ്യം കുറയുമ്പോൾ മൃഗങ്ങളായിട്ട് വരും. അതിലും പാപം കൂടിപ്പോയാൽ പക്ഷികളും പിന്നെ അവസാനം പാറക്കല്ലെല്ലായിട്ടാണ് ജനിക്കുക എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്തേക്ക്